എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ കഴിഞ്ഞ് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അതോ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന SNM-IMT മാലിങ്കരയിൽ അഡ്മിഷൻ നേടും. SNM-IMTയുടെ പ്രത്യേകതകൾ: എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന 2 കോഴ്സുകൾ, ഉയർന്ന അക്കാഡമിക് നിലവാരം, പരിചയസമ്പന്നരായ മികച്ച അധ്യാപകർ, ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ, പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ, സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ, കായിക താരങ്ങളെ നാഷണൽ തലം വരെ എത്തിച്ച കായിക പരിശീലകർ, മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ NSS യൂണിറ്റുകൾ, വിദ്യാഭ്യാസ രംഗത്ത് 100 വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ്, കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു. വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു. വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ. SNM-IMT എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ്, മാലിങ്കര. പല്ലാരിമംഗലത്ത് ബഹുജന റാലിയോടെ മിലാദ് സംഗമം നടത്തി. ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ പല്ലാരിമംഗലം മേഖലയുടെ നേതൃത്വത്തിൽ ബഹുജന റാലിയോടെ മിലാദ് സംഗമം നടന്നു. വർണ്ണാഭമായ റാലി, ദഫ് പ്രദർശനം, പ്ലോട്ട് എന്നിവയോട് കൂടി നടത്തിയ ബഹുജന റാലി ഏറെ ശ്രദ്ധേയമായി. പല്ലാരിമംഗലം ദാറുൽ ഇസ്ലാം ജമാഅത്ത് ഹാളിന് മുന്നിൽ സംസ്ഥാന സെക്രട്ടറി CA മൂസ മൗലവി, കൺവീനർ TK മുഹമ്മദ് ബദരിക് പതാക കൈമാറി റാലി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അടിവാട് T&M ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം ബദറുൽ ഉൽമ VS മുഹമ്മദ് ഉസ്താദ് ഉദ്ഘാടനം ചെയ്തു. പരിപൂർണമായിട്ടും നിസ്കരിച്ചു. സലാം തക്ബീർ കൊണ്ടാരംഭിച്ച് സലാം കൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേകമായ അമലുകളുടെയും കൗലുകളുടെയും കൂട്ടായ്മയ്ക്കാണ് നമസ്കാരം എന്ന് പറയുക. നമ്മൾ 1ാം ക്ലാസ് മുതൽ പഠിച്ചിട്ടുണ്ട്. ആ നിസ്കാരം ആരംഭിക്കുന്ന സമയത്ത് ശാഫിഈകാരാണെങ്കിൽ നിയ്യത്ത് ചെയ്യാൻ വിട്ടുപോയെങ്കിൽ ആ നമസ്കാരത്തെ സ്വീകരിക്കപ്പെടുകയില്ലല്ലോ. സമയം ചെലവായിട്ടുണ്ട്. നിസ്കാരത്തിനുള്ള സമയം ചെലവായിട്ടുണ്ട്. സാധാരണ നിസ്കാരം ചെയ്യുന്ന എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ട്. ഇമാമം ചെയ്തെടുത്ത് കുറിഞ്ഞു നിവർന്നു എല്ലാം ചെയ്തിട്ടുണ്ട്. ഇമാമം മറന്നുപോയടുത്ത് ആ കൂടെയും കൂടിയിട്ടുണ്ട്. പിന്നെ അവസാന സഹചര്യം ചെയ്തപ്പോൾ അവിടെയും കൂടിയിട്ടുണ്ട്. ഒരു കുറവും സംഭവിച്ചിട്ടില്ല. പക്ഷേ അനുഗ്രഹ പ്രഭാഷണവും സ്വലാത്ത് സമർപ്പണവും സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. MA മുഹമ്മദ് ഭാഗവി, മുഹമ്മദ് തൗഫീഖ് ബദരി, മുഹമ്മദ് അമീർ ഭാഗവി, KM മുഹമ്മദ് അൻവർ ഭാഗവി, മുഹമ്മദ് ഹനീഫ് കാസിഫി, സംഷുദ്ദീൻ അൻവരി, മുഹമ്മദ് ഷാഫി ഭാഗവി, മീരാൻ മൗലവി, ഹസൻ ഹസനി, മുഹമ്മദ് മൗലവി പുല്ലാരി, അർഷദ് മന്നാനി, നജീമുദ്ദീൻ വഹബി, മുഹമ്മദ് ജാബിർ മൗലവി, സക്രിയ മൗലവി, ഷിഹാബുദ്ദീൻ ഭാഗവി, നൌഷാദ് തലക്കോട്, നൌഷാദ് മലാഹിരി, TK അബ്ദുൽ ജബ്ബാർ മൗലവി തുടങ്ങിയവർ സംസാരിച്ചു. ലോകത്ത് ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു വ്യക്തിയാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വ്യക്തി എന്ന നിലയിൽ അത് പ്രതികൂലമായ ചർച്ചയുണ്ട്, അനുകൂലമായ ചർച്ചയുണ്ട്. ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ശ്രദ്ധേയനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആത്മീയതയുടെ മാത്രം ലോകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും അദ്ദേഹത്തെ കുറിച്ചുള്ള അനുകൂലവും പ്രതികൂലവുമായ ചർച്ചകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.